In this video, we are going to discuss about the importance or significance of cost of capital and classification of cost. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്താണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നൊരു ഇൻട്രൊഡക്ഷനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒരു എക്സാമ്പിൾ യൂസ് ചെയ്ത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണെന്ന് ഡിസ്കസ് ചെയ്ത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിഗ്നിഫിക്കൻസ് ആണ്. ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്? അതായത് നമ്മൾ ആ ഒരു ലോങ് ടേം ഫണ്ടായാലും ഷോർട്ട് ടേം ഫണ്ടായാലും നമുക്ക് ആവശ്യമായി വന്നാൽ അത് റേസ് ചെയ്യണം. അത് റേസ് ചെയ്യാൻ ഡിഫറെൻറ്റ് സോഴ്സസ് ഉണ്ട്. രണ്ട് പ്രധാനപ്പെട്ട സോഴ്സ്, വൺ ഇസ് ഓണേഴ്സ് ഫണ്ടും ദി അതർ വൺ ഇസ് ബോറോഡ് ഫണ്ട്. ഇപ്പോൾ ഏത് രീതിയിലായാലും ഓണേഴ്സ് ഫണ്ട് ആണെങ്കിലും ബോറോഡ് ഫണ്ട് ചൂസ് ചെയ്താലും വി ഹാവ് ടു ഇൻകർ സം കോസ്റ്റ്. അതായത് ഫ്രീ ഓഫ് കോസ്റ്റ് ആരും നമുക്ക് ഫണ്ട് പ്രൊവൈഡ് ചെയ്യില്ല. ഇപ്പം നമ്മൾ ഫണ്ട് റേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി നീഡ് ടു ഇൻകർ കോസ്റ്റ്. അതായത് ഇക്വിറ്റി ഷെയർ വഴിയാണ് നമ്മൾ ഫണ്ട് റേസ് ചെയ്യുന്നതെങ്കിൽ അവിടെയും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഉണ്ട്. ആ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ എന്തെന്നാണ് പറയുന്നത്? ഡിവിഡൻഡ് എന്നാണ് പറയുന്നത്. പ്രിഫറൻസ് ഷെയർ വഴിയാണ് ഫണ്ട് റേസ് ചെയ്യുന്നതെങ്കിലും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഉണ്ട്. അതിനെ നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയും. അതിനെയും ഡിവിഡൻഡ് എന്നാണ് പറയുന്നത്. പിന്നീട് ലോൺ വഴിയാണ് ഫണ്ട് റേസ് ചെയ്യുന്നതെങ്കിൽ അവിടെയും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ഇൻട്രസ്റ്റ്. ആൻഡ് ഇഫ് യു ആർ ഗോയിങ് ടു റേസ് ഫണ്ട്സ് ബൈ ഇഷ്യൂയിങ് ഡിബെഞ്ചേഴ്സ്, then also we need to incur some cost and it is known as interest. പിന്നീട് റീറ്റെയിൻഡ് ഏർണിങ്സിനും കോസ്റ്റ് ഉണ്ട്. റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ സെൽഫ് ഫിനാൻസ് ആണ്. അതിനും എന്തുണ്ട്? കോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഇനി ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണ് ആണ്. ഓക്കെ, സോ ലെറ്റ്സ് സീ ദി ഇമ്പോർട്ടൻസ് വൺ ബൈ വൺ. ഫസ്റ്റ് വൺ ഇസ് cost of capital can be used as an acceptance criteria in capital budgeting decisions. അതായത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസിൽ ഒരു അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ ആയിട്ടാണ് നമ്മൾ എന്തിനെ യൂസ് ചെയ്യുന്നതെന്ന് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടില്ല, ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിച്ചിട്ടില്ല. ലാസ്റ്റ് വീഡിയോയിലൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്താണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഇത്രയേ ഉള്ളൂ, ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിന് മുന്നേ നമ്മൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഫിറ്റബിൾ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നൊരു ടെക്നിക്കാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. അതായത് 70 ലക്ഷം രൂപയ്ക്ക് ഒരു റൈഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ തീരുമാനിക്കുന്നു. വെറുതെ തീരുമാനിച്ചാൽ പോലെ അങ്ങനെ ഒരു റൈഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ റിട്ടേൺ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുമോ ഇല്ലയോ, അതുവഴി നമ്മുടെ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർ കൂടിയിട്ട് നമ്മുടെ മാർക്കറ്റ് വാല്യൂ ഓഫ് ദി ഫേം ഇമ്പ്രൂവ് ചെയ്യുമോ എന്നൊക്കെ നമ്മൾ അറിയണം. എന്നിട്ട് മാത്രമേ അതിനൊരു പോസിറ്റീവ് ട്രെൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ ഡിസിഷനിലോട്ട് അല്ലെങ്കിൽ ആ പ്രൊപ്പോസലിലോട്ട് പോകാൻ പാടുള്ളൂ. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസിൽ എത്രയാണ് ഈ പ്രോജക്റ്റിൽ നിന്നുള്ള നമ്മൾ ഇത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ ആ പ്രോജക്റ്റിൽ നിന്നുള്ള റിട്ടേൺ എത്രയാണ്, അതിൻ്റെ കോസ്റ്റ് എത്രയാണെന്ന് എസ്റ്റിമേറ്റ് ചെയ്തിട്ട് കോസ്റ്റിനെക്കാട്ടിലും, അതായത് നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെക്കാട്ടിലും റിട്ടേൺ നമുക്ക് ആ പ്രോജക്റ്റിൽ നിന്ന് ലഭിക്കുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ആ പ്രോജക്റ്റിനെ അക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. കാരണം ഈ പ്രോജക്റ്റ് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് നിശ്ചയിക്കുന്നതിനുള്ള ഒരു ക്രൈറ്റീരിയ ആണ് എന്ത്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതായത് ആ പെർട്ടിക്കുലർ പ്രോജക്റ്റിൽ നിന്നുള്ള റിട്ടേണിനെ എന്തുമായിട്ട് കമ്പയർ ചെയ്യും? ആ പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കുറച്ച് ഫണ്ട് വേണ്ടേ, ആ ഫണ്ട് റേസ് ചെയ്യാൻ നമുക്ക് ഇൻകർ ചെയ്യുന്ന കോസ്റ്റ് ഓഫ് ക്യാപിറ്റലുമായിട്ട് കമ്പയർ ചെയ്യും. കോസ്റ്റിനെക്കാട്ടിലാണ് ഇതിൻ്റെ റിട്ടേൺ എങ്കിൽ, അതായത് നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെക്കാട്ടി കൂടുതൽ റിട്ടേൺ നമുക്ക് ആ പ്രോജക്റ്റിൽ നിന്നും ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ അക്സെപ്റ്റ് ദാറ്റ് പ്രൊപ്പോസൽ. നേരെ മറിച്ച് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെക്കാട്ടി കുറവാണ് അതിൽ നിന്നുള്ള റിട്ടേൺ എങ്കിൽ വി നീഡ് ടു റിജക്റ്റ് ദാറ്റ് പ്രൊപ്പോസൽ. അതുകൊണ്ടാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ എന്തായിട്ട് യൂസ് ചെയ്യാമെന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എൻ അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ ഇൻ ദി ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ്. ഇനി അടുത്ത പ്രയോജനം എന്ന് പറയുന്നത്, അടുത്ത സിഗ്നിഫിക്കൻസ്, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ ബേസിസ് ഫോർ ഡിസൈനിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അതായത് ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയും നമ്മൾ എന്ത് യൂസ് ചെയ്യും? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ അവിടെയും കൺസിഡർ ചെയ്യാറുണ്ട്. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇറ്റ് റെഫേഴ്സ് ടു ദി ഓണേഴ്സ് ഫണ്ട് ഓർ ബോറോഡ് ഫണ്ട് ഇൻ ദി ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദി ഫേം. നമ്മുടെ ഫേമിൻ്റെ ടോട്ടൽ ക്യാപിറ്റലിൽ ഇതിൻ്റെ എത്രമാത്രം ഓൺഡ് ഫണ്ടുണ്ട്, എത്രമാത്രം ബോറോഡ് ഫണ്ടുണ്ട്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കമ്പനിയുടെ ടോട്ടൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്, അതായത് നമുക്ക് വേണ്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ, നമുക്ക് വേണ്ടുന്ന ഫണ്ട് 70 lakh rupees-ആണ്. അപ്പോൾ ഈ 70 lakhന് നമ്മൾ എങ്ങനെയാണ് റേസ് ചെയ്യാൻ പോകുന്നത്? 30 lakh rupees ഇക്വിറ്റി ഷെയർ വഴിയും 20 lakh rupees പ്രിഫറൻസ് ഷെയർ വഴിയും ബാക്കി 20 lakh ഡിബെഞ്ചർ വഴിയാണ് റേസ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചർ ഫ്രെയിം ചെയ്യാൻ നേരം നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ആസ്പെക്റ്റാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. നമ്മുടെ എയിം എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഏറ്റവും മിനിമത്തിൽ കൊണ്ട് നിർത്തണം എന്നാണ്. അപ്പോൾ മിനിമത്തിൽ നിർത്താൻ വേണ്ടി ഏതൊക്കെ നമ്മൾ ചൂസ് ചെയ്യണമെന്ന് നമ്മൾ ഡീറ്റെയിൽ സ്റ്റഡി നടത്തി തീരുമാനിക്കണം. ഓക്കെ,
കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മിനിമത്തിൽ നിർത്തിയെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, അതൊരു പ്രോഫിറ്റബിൾ പ്രൊപ്പോസലായിട്ട് തീരൂ. എങ്കിൽ മാത്രമേ പ്രോഫിറ്റ് കൂടിയെങ്കിൽ മാത്രമേ നമ്മുടെ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഇംപ്രൂവ് ചെയ്യുള്ളൂ. ദെൻ ഓൺലി വി വിൽ ബി ഏബിൾ ടു മാക്സിമൈസ് ദി വാല്യൂ ഓഫ് അവർ ഫേം. അപ്പോൾ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം ഏത് ഡിസിഷൻ എടുക്കാൻ, ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻ എടുക്കാൻ. ഇപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻ എടുക്കുന്ന ഒരു മെയിൻ ആസ്പെക്റ്റ് എന്താണ്, എന്ത് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻ എടുക്കുന്നത്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൺസിഡർ ചെയ്തിട്ടാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻ എടുക്കുന്നത്. ഏത് മിക്സ്ചറിനാണ് ഏറ്റവും കുറവ് കോസ്റ്റ് ആവുന്നത് അത് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. എങ്കിൽ മാത്രമേ നമുക്ക് ആ പ്രപ്പോസൽ പ്രോഫിറ്റബിളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഓക്കെ, സോ അവിടെയും നമ്മൾ യൂസ് ചെയ്യുന്നൊരു ക്രൈറ്റീരിയ ആണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. നെക്സ്റ്റ് ഇസ് ഇവാലുവേറ്റിംഗ് ഫിനാൻഷ്യൽ പെർഫോമൻസ്. ഫിനാൻഷ്യൽ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഫിറ്റബിലിറ്റിയെ ചെക്ക് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ പെർഫോമൻസ്. നമ്മുടെ കമ്പനിയുടെ പെർഫോമൻസ് അല്ലെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റിൻ്റെ പെർഫോമൻസ് ബെറ്റർ ആണോ അതോ വേഴ്സ് ആണോ എന്ന് തീരുമാനിക്കുന്നു. എന്ത് ചെയ്താൽ മതി? നമ്മുടെ ആ പ്രോജക്റ്റിൽ നിന്നുള്ള റിട്ടേണും ആ പ്രോജക്റ്റിൽ നിന്നുള്ള കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും തമ്മിൽ കമ്പയർ ചെയ്യണം. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റിട്ടേണേക്കാട്ടി, അതായത് റിട്ടേൺ കൂടുതലാണ്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറവാണെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ പെർഫോമൻസ് വിൽ ബി ബെറ്റർ. നേരെ മറിച്ച് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടുതലും അതിൽ നിന്നുള്ള റിട്ടേൺ അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ഇൻകം വളരെ കുറവാണെന്നുണ്ടെങ്കിൽ ദ ഫിനാൻഷ്യൽ പെർഫോമൻസസ് ഓഫ് എ പ്രൊപ്പോസൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പെർഫോമൻസ് ഓഫ് എ കമ്പനി ഈസ് വെരി വീക്ക് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെയും നമ്മൾ ഈ ഫിനാൻഷ്യൽ പെർഫോമൻസിലും അനലൈസ് ചെയ്യാൻ നേരവും അല്ലെങ്കിൽ ഡിറ്റർമിൻ ചെയ്യാൻ നേരവും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആസ്പെക്റ്റ് എന്താണ്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ്. ഇനി അടുത്തത് ആസ് എ ബേസിസ് ഫോർ മേക്കിംഗ് വേരിയസ് ഫിനാൻഷ്യൽ ഡിസിഷൻസ്. നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ പല ഡിസിഷൻസ് എടുക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, വി ഹാവ് ടു ടേക്ക് ഡിസിഷൻസ് റിലേറ്റിംഗ് ടു ഡിവിഡൻഡ് പോളിസി, ദെൻ വി ഹാവ് ടു ടേക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻസ്. ഇങ്ങനെ പല ഡിസിഷൻസ് എടുക്കേണ്ടി വരും. ഈ ഡിസിഷനൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ആസ്പെക്റ്റാണ് എന്ത്? വി നീഡ് ടു കൺസിഡർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓൾസോ. ഇപ്പോൾ ഡിവിഡൻഡ് ഡിസിഷൻ എടുക്കുവാണ്. ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എത്രമാത്രം ഡിവിഡൻഡ് നമ്മൾ ആർക്ക് കൊടുക്കണം? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്, അതായത് റിയൽ ഓണേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കണം. ആ സാഹചര്യം നമ്മൾ നോക്കും, നമുക്ക് ബാക്കിയുള്ള ഈക്വിറ്റി ഷെയർ ഒഴിച്ച് ബാക്കി എത്രമാത്രം കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻകർ ചെയ്യുന്നുണ്ട്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടുതലാണെങ്കിൽ, അതായത് ഡിബെഞ്ചർ വഴിയുള്ളതും അല്ലാന്നുണ്ടെങ്കിൽ പ്രിഫറൻസ് ഷെയർ വഴിയുള്ളതും അല്ലാന്നുണ്ടെങ്കിൽ ലോൺ വഴിയൊക്കെയുള്ള കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വളരെ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് വളരെ കുറച്ച് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കിട്ടും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ, ഡിവിഡൻഡ് ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ നമ്മൾ എന്തും കൂടെ കൺസിഡർ ചെയ്യണം? കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും കൂടെ കൺസിഡർ ചെയ്യണം. പിന്നീട് അസിസ്റ്റിംഗ് പ്രോജക്റ്റ് എക്സ്പാൻഷൻ. അപ്പം നമുക്ക് പുതിയൊരു എക്സ്പാൻഷൻ പ്രോജക്റ്റ് നമ്മുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രോജക്റ്റ് എക്സ്പാൻഷന് വേണ്ടി എത്ര രൂപ ഫണ്ട് ആവശ്യമായി വരും, ഈ ഫണ്ട് റേസ് ചെയ്യണമെങ്കിൽ എത്രമാത്രം കോസ്റ്റ് ഇൻകർ ചെയ്യേണ്ടി വരും എന്നൊക്കെ ഒരു തീരുമാനം എടുക്കണ്ടേ. അപ്പോൾ അവിടെയും എന്ത് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ യൂസ് ചെയ്തിട്ടാണ് ഈ പ്രോജക്റ്റ് എക്സ്പാൻഷൻ വേണോ വേണ്ടയോ എന്നൊക്കെ നിശ്ചയിക്കേണ്ടത്. അപ്പോൾ ഇത്രയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൊണ്ടുള്ള പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ്. ഓക്കെ, അപ്പോൾ അത് നോക്കി വെച്ചേക്കണം. ഇനി അടുത്ത ഒരു പാർട്ടാണ് കോസ്റ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ. പല ടൈപ്സ് ഓഫ് കോസ്റ്റ് ഉണ്ട്, നിങ്ങളത് ഫെമിലിയർ ആയിട്ടിരിക്കണം. ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോസ്റ്റ്? എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലും ഇമ്പോർട്ടൻ്റ്, അല്ലാതെ നിങ്ങൾക്കൊരു നോളേജ് ഗെയിൻ ചെയ്യണം എന്നുള്ള ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിലും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എക്സാമിന് ഇത് സാധാരണ 1 മാർക്കിനും 2 മാർക്കിനും ഒക്കെ ചോദിക്കാറുണ്ട് ഈ ഓരോ കോസ്റ്റുകളും. ഇവിടെ ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റും ഫ്യൂച്ചർ കോസ്റ്റ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേരിൽ നിന്ന് തന്നെ അറിയാം, നമുക്ക് പാസ്റ്റ് കോസ്റ്റിനെയാണ്, അത് പ്രീവിയസ്ലി ഇൻകർ ചെയ്ത കോസ്റ്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, പക്ഷേ സ്റ്റിൽ നമ്മളത് മനസ്സിലാക്കി വെച്ചിരിക്കണം. ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കണം ഈ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. ഫ്യൂച്ചർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാവിയിൽ ഇനി ഇൻകർ ചെയ്യാൻ പോകുന്ന കോസ്റ്റുകളെക്കുറിച്ച് നമ്മൾ തീരുമാനമെടുത്ത് വെക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഫണ്ടിനെ പ്ലാൻ ചെയ്യാൻ പറ്റൂ മുൻകൂറായി. ഓക്കെ, അപ്പോൾ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫ്യൂച്ചർ കോസ്റ്റ്. അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഫ്യൂച്ചർ കോസ്റ്റാണ് ഏത് കോസ്റ്റിനെക്കാട്ടി ഇമ്പോർട്ടൻ്റ്? ഹിസ്റ്റോറിക്കൽ കോസ്റ്റിനെ കാട്ടി. കാരണം ഫ്യൂച്ചർ കോസ്റ്റ് നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെങ്കിലുമൊക്കെ ഫ്യൂച്ചർ കോസ്റ്റിൽ നമുക്ക് വരുത്താൻ പറ്റും. പക്ഷേ പാസ്റ്റ് കോസ്റ്റിൽ, അത് ഇൻകർ ചെയ്ത് കഴിഞ്ഞ കോസ്റ്റിനെ നമുക്ക് ഇനി അത് മാറ്റാൻ പറ്റില്ലല്ലോ. പാസ്റ്റ് ഇസ് പാസ്റ്റ്. അതുകൊണ്ടാണ് ഏത് കോസ്റ്റാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്? ഫ്യൂച്ചർ കോസ്റ്റ് ഇസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. ബട്ട് സ്റ്റിൽ വി നീഡ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. ഫോർ വാട്ട് പേർപ്പസ്? എന്തിനു വേണ്ടിയായിരിക്കാം? ഫ്യൂച്ചർ കോസ്റ്റ് നിശ്ചയിക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഏത് കോസ്റ്റ് മനസ്സിലാക്കിയിരിക്കണം? ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഫ്യൂച്ചർ കോസ്റ്റിനെ പെട്ടെന്ന് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റൂ. അതായത് പണ്ട് ഇത്ര രൂപയായി ഇന്ന ടൈപ്പ് ഒരു മെഷീനറി വാങ്ങിയപ്പോൾ എന്നൊരു ഐഡിയ ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ മാർക്കറ്റ് ഫ്ലക്ച്വേഷനും ടെക്നോളജിക്കൽ ഇന്നോവേഷനും ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഈ മെഷീനറി ഇനി വാങ്ങണമെങ്കിൽ എത്ര രൂപയാവുമെന്ന് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമായി വരും.
നെക്സ്റ്റ് സ്പെസിഫിക് കോസ്റ്റ് ആൻഡ് കോമ്പോസിറ്റ് കോസ്റ്റ്. സ്പെസിഫിക് കോസ്റ്റ് എന്ന് പറയുന്നത് ഓരോ കമ്പോണൻസ് ഉണ്ടല്ലോ, അതായത് ഓരോ കമ്പോണൻസ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഉണ്ടല്ലോ, അതായത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ, കോസ്റ്റ് ഓഫ് ഡിബെഞ്ചർ, കോസ്റ്റ് ഓഫ് ലോങ് ഡെറ്റ്, ഇതിനെയൊക്കെയാണ് എന്തെന്ന് പറയുന്നത് സ്പെസിഫിക്. ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എത്രയാണ്, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ എത്രയാണ്, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഡിബെഞ്ചർ എത്രയാണ് എന്നിങ്ങനെ സെപ്പറേറ്റ് ഓരോന്നിൻ്റെയും കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ്, അല്ലെങ്കിൽ ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് കോസ്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത് സ്പെസിഫിക് കോസ്റ്റ് എന്ന് പറയുന്നത്. പിന്നീട് ഇതിൻ്റെ എല്ലാം കൂടെ കമ്പൈൻ കോസ്റ്റ്, ഇതിനെല്ലാം കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമ്മളതിനെ എന്തെന്ന് പറയും കോമ്പോസിറ്റ് കോസ്റ്റ്, അല്ലാന്നുണ്ടെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് എസ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓർ വി ക്യാൻ കോൾ ഇറ്റ് എസ് ആവറേജ് cost. അതാണ് സ്പെസിഫിക് കോസ്റ്റും കോമ്പോസിറ്റ് കോസ്റ്റും. സ്പെസിഫിക് കോസ്റ്റ് refers to the specific cost of each sources of finance, such as cost of debt, cost of preference shares, cost of equity shares, cost of retained earnings. Whereas composite cost is the combined cost of various sources of finance. ഇതിൻ്റെ എല്ലാം കൂടെ combined cost ആണ് എന്ത് composite cost. ഇനി അടുത്തതായിട്ട് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്താണ്, ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്താണ്. എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു 70 lakh rupees ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയെന്ന് വെച്ചോ, അതിൽ നിന്നുള്ള ക്യാഷ് ഇൻഫ്ലോയും അതിൻ്റെ ഔട്ട്ഫ്ലോ മീൻസ് കോസ്റ്റും ഈക്വൽ ആവുന്ന ഒരു പോയിൻ്റ് ഉണ്ട്. ആ പോയിന്റിൽ വരുമ്പോൾ എത്ര കോസ്റ്റ് ആവുന്നു അതിനെയാണ് എന്തെന്ന് പറയുന്നത് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ഇസ് ദി റേറ്റ് ഓഫ് റിട്ടേൺ which equates the present value of cash inflow. Present value of cash inflow means it's the income with the present value of cash outflow. ഇതാണ് എക്സ്പെൻസ്, അതായത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എല്ലാം കൂടെ ചേരുന്നതാണ് ഈ ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി ഈക്വലായി വരുന്നൊരു പോയിൻ്റ് ഉണ്ട്. ആ പോയിന്റിൽ ഇൻകർ ചെയ്യുന്ന കോസ്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. സോ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ഇസ് അതർവൈസ് നോൺ ആസ് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഇതൊക്കെ പഠിക്കും നിങ്ങൾ എന്താണ് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്നൊക്കെ. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു മിനിമം റിട്ടേൺ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുള്ളൂ, ആ റിട്ടേണിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്. ഈ മിനിമം റിട്ടേൺ എങ്കിലും കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ കവർ ചെയ്യാൻ സാധിക്കൂ. ഇനി അടുത്തത് ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു എക്സാമ്പിൾ പറയാം. ഇംപ്ലിസിറ്റ് കോസ്റ്റിന് നമ്മൾക്ക് ഒരു 70 lakh ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നു ഈ 70 lakh rupees നമ്മുടെ റീറ്റെയിൻഡ് ഏർണിങ്സിൽ നിന്ന് എടുത്ത് യൂസ് ചെയ്യാമെന്ന്. അതായത് നമ്മൾ ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയർ ആ സോഴ്സിലൊന്നും നമ്മൾ പോകുന്നില്ല. വി ആർ ഗോയിങ് ടു ചൂസ് റീറ്റെയിൻഡ് ഏർണിങ്സ്. അപ്പോൾ ഈ 70 lakh rupees നമ്മൾ റീറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നിടത്ത് നിന്ന് എടുക്കാൻ പോവുക. ഈ റീറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ 70 lakh യഥാർത്ഥം നമ്മൾ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഈ ബാങ്കിൽ നിന്ന് അതായത് ഫിക്സ്ഡ് ഡെപ്പോസിറ്റിൽ ഇട്ടിരിക്കുമായിരുന്നു. അതിൽ നമുക്കൊരു റെഗുലർ റിട്ടേൺ കിട്ടുന്നുണ്ടായിരുന്നു, ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ റിട്ടേൺ കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇനി ഈ എമൗണ്ട് എടുത്ത് ഈ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് യൂസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് നഷ്ടപ്പെടും? നമുക്ക് ഇത്രയും നാൾ കിട്ടിക്കൊണ്ടിരുന്ന ഇൻട്രസ്റ്റ് നമുക്ക് നഷ്ടപ്പെടും. അതായത് വേറൊരു ഓപ്പർച്യൂണിറ്റി ചൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഇതുവരെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ബെനിഫിറ്റ് നമുക്ക് നഷ്ടപ്പെടാൻ പോവുകയാണ്. അങ്ങനെ നഷ്ടപ്പെടുന്ന ആ ബെനിഫിറ്റിനെയാണ് ഏത് കോസ്റ്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് കിട്ടുന്നില്ലല്ലോ, അതിനെയാണ് നമ്മൾ ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. So implicit cost of capital is the rate of return associated with the best investment opportunity for the firm that shall be foregone if the project presently under consideration by the firm are accepted. അപ്പോൾ നമുക്ക് ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്നത്, നമ്മൾ ഇതുവരെ അത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുമായിരുന്നു, ഫിക്സ്ഡ് ഡെപ്പോസിറ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുക, അതിനി നമുക്ക് കിട്ടില്ല. കാരണം എന്താ, നമ്മുടെ മുന്നിൽ വേറെ ഒരു ഓൾട്ടർനേറ്റീവ് ഓപ്പർച്യൂണിറ്റി വന്നു. ഇത് നമുക്കൊരു പ്രോജക്റ്റിൽ ഒരു റൈഡ് വാങ്ങാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രപ്പോസൽ നമ്മുടെ മുന്നിലേക്ക് വന്നു. അപ്പോൾ പഴയ ഓപ്പർച്യൂണിറ്റിയിൽ നിന്നുള്ള ബെനിഫിറ്റ് നമുക്ക് നഷ്ടപ്പെടുന്നു. ആ നഷ്ടപ്പെടുന്ന ആ എമൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ആവറേജ് കോസ്റ്റ് ആൻഡ് മാർജിനൽ കോസ്റ്റ്. ആവറേജ് കോസ്റ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കോമ്പോസിറ്റ് കോസ്റ്റിനെയാണ്, എല്ലാത്തിൻ്റെയും കൂടെ ഒരു മിക്സിനെയാണ് ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത്. ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇസ് ദ കമ്പൈൻഡ് കോസ്റ്റ് ഓഫ് വേരിയസ് സോഴ്സസ് ഓഫ് ഫിനാൻസ്. ഇറ്റ് ഇസ് അതർവൈസ് നോൺ ആസ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഇനി അടുത്ത മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ മാർജിനൽ കോസ്റ്റ് is the average cost of capital incurred by the firm for raising additional funds required. അതായത് നമുക്ക് ഇപ്പം എസ്റ്റിമേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിനെക്കാട്ടി ഒരു അഡീഷണൽ ഫണ്ട് വേണമെങ്കിൽ ₹1 കൂടുതൽ നമുക്ക് റേസ് ചെയ്യണമെങ്കിൽ എത്ര കോസ്റ്റ് ആവുന്നു, ഓരോ രൂപയ്ക്കും എത്ര എക്സ്ട്രാ കോസ്റ്റ് ഇൻകർ ചെയ്യുന്നു, അതിനെയാണ് എന്തെന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചോണം. സിഗ്നിഫിക്കൻസ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും പിന്നീട്
ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ്. ഇത്രയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കുന്നതാണ്. സിഗ്നിഫിക്കൻസും ചോദിച്ച് കാണാറുണ്ട്. പിന്നീട് ഈ കോസ്റ്റുകൾ സെപ്പറേറ്റ് ആയിട്ട് 1 മാർക്കിനും 2 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. വാട്ട് യു മീൻ ബൈ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്, വാട്ട് യു മീൻ ബൈ ഇംപ്ലിസിറ്റ് കോസ്റ്റ്, വാട്ട് യു മീൻ ബൈ മാർജിനൽ കോസ്റ്റ്, ഇതൊക്കെ സാധാരണ എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പോൾ ഇതൊന്നും സ്കിപ്പ് ചെയ്യാൻ പാടില്ല, നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിച്ചോണം. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.